ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ഏത് എന്ന ചോദ്യത്തിനുത്തരം ഷാജഹാൻ ചക്രവർത്തി തന്റെ പ്രിയതമയുടെ ഓർമ്മയ്ക്കായി യമുന നദി തീരത്ത് പണികഴിപ്പിച്ചിട്ടുള്ള താജ്മഹൽ എന്ന് പറഞ്ഞാൽ അതൊരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കുവാൻ കഴിയുകയില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ഏത് എന്ന ചോദ്യത്തിനുത്തരം BC 4-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചിട്ടുള്ളതും 21,199 കിലോമീറ്റർ ദൈർഘ്യമുള്ളതുമായ ചൈനയുടെ വൻമതിൽ എന്ന് പറഞ്ഞാൽ അതും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. ലോക ചരിത്രത്തിലെ ഏറ്റവും വലിയ സംഭവം ദുബായിൽ സ്ഥിതി ചെയ്യുന്ന 899 മീറ്റർ പൊക്കമുള്ള ബുർജ് ഖലീഫ എന്ന് പറഞ്ഞാൽ അതും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുകയില്ല. പിന്നെ ഏതാണ് ലോകത്തിലെ ഏറ്റവും വലിയ സംഭവം? അത് കർത്താവായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ കാൽവറിയിലെ ക്രൂശ് മരണം ഒന്ന് മാത്രമാണ്. കാരണം യേശു ക്രിസ്തുവിന്റെ ക്രൂശീകരണം നടക്കുന്ന സമയത്ത് യേശു ഉറക്കെ നിലവിളിച്ച് പ്രാണന വിട്ടു കഴിഞ്ഞപ്പോ ദേശത്തെങ്ങും ഇരുട്ടി വ്യാപിച്ചു, ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, മരിച്ച വിശുദ്ധന്മാരുടെ കല്ലറകളൊക്കെ തുറക്കപ്പെട്ടു എന്നുള്ളതാണ്. ഇന്ന് വരെ സംഭവിക്കാത്ത സംഭവങ്ങൾ ആ നിമിഷം അവിടെ അരങ്ങേറി. 20-ാം നൂറ്റാണ്ടിലെ ശാസ്ത്രവിജ്ഞാന രംഗത്ത് അതുല്യമായിട്ടുള്ള സംഭാവന നൽകിത്തന്ന വിശ്വപ്രസിദ്ധനായ ശാസ്ത്രജ്ഞൻ ആൽബർട്ട് ഐൻസ്റ്റീൻ ഡൈനമൈറ്റ് എന്ന് പറയുന്ന സ്ഫോടക വസ്തു ആവിഷ്കരിക്കുകയും ലോകത്തിലെ ഏറ്റവും വലിയ പുരസ്കാരം ഏർപ്പെടുത്തുകയും ചെയ്തിട്ടുള്ള ആൽഫ്രഡ് നോബലും മനുഷ്യ മനസ്സിന്റെ ആഴങ്ങളിലേക്ക് വെളിച്ചം വീശുന്ന പഠനങ്ങൾ നടത്തിയ മനഃശാസ്ത്രജ്ഞൻ സിഗ്മണ്ട് ഫ്രോയിഡ്, ആധുനിക ചിത്രകലയ്ക്ക് തുടക്കം കുറിച്ച വ്യക്തിയും കഴിഞ്ഞ നൂറ്റാണ്ടിലെ ഏറ്റവും വലിയ ചിത്രകാരനുമായിരുന്ന പബ്ലോ പിക്കാസോയും സോവിയറ്റ് യൂണിയന്റെ ഏകാധിപതിയായിരുന്ന ഭരണകർത്താവ് ജോസഫ് സ്റ്റാലിൻ, ലോകത്തെ ഭീകരയുദ്ധത്തിലേക്ക് നയിച്ച ജർമ്മൻ ഭരണാധികാരി അഡോൾഫ് ഹിറ്റ്ലറും ലോകമെങ്ങുമുള്ള വിപ്ലവകാരികളുടെ നേതാവായിരിക്കുന്ന ഏണസ്റ്റ് ചെഗുവരയും ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയും ഉരുക്കുവനിതയുമായിരുന്ന മാർഗരറ്റ് താച്ചറും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുത്ത മഹാത്മാഗാന്ധിയും ഇവരാകട്ടെ അസാധാരണമായ കഴിവുള്ള ശാസ്ത്രജ്ഞന്മാരും മറ്റു ചിലരാകട്ടെ ലോകത്തെ കിടുകിട വിറപ്പിച്ച ഏകാധിപതികളായിരുന്ന ഭരണകർത്താക്കളും ഇനി മറ്റു ചിലരാകട്ടെ കലയിലൂടെ സൗന്ദര്യാവിഷ്കാരം നടത്തിയ പ്രതിഭകൾ ഇവരെല്ലാം മരണപ്പെട്ടു. ഇവരുടെ മരണസമയത്ത് ഭൂമി കുലുങ്ങിയ ചരിത്രങ്ങളൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ മരണസമയത്ത് സൂര്യൻ ഇരുണ്ടുപോയ ചരിത്രങ്ങളില്ല. ഇവരുടെ മരണസമയത്ത് പാറകൾ പിറന്ന ചരിത്രങ്ങൾ ഇതുവരെ രേഖപ്പെടുത്തിയിട്ടില്ല. ഇവരുടെ മരണസമയത്ത് ഒരു മരിച്ച വിശുദ്ധന്റെയും കല്ലറ തുറക്കപ്പെട്ടിട്ടില്ല. തുറക്കപ്പെട്ട കല്ലറ, തുറന്നു കിടക്കുന്ന കല്ലറ അത് യേശുക്രിസ്തുവിന്റെ കല്ലറ മാത്രമായിരുന്നു. യേശുക്രിസ്തു മരിച്ചു അടക്കപ്പെട്ട് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. യേശുക്രിസ്തു ഈ കല്ലറയിൽ ഉണ്ടായിരുന്നില്ല. യേശുക്രിസ്തു ഒരു മനുഷ്യന്റെ കരത്തിൽ ഒതുങ്ങുന്നവനല്ല. യേശുക്രിസ്തു നിന്റെ ഷോക്കസിലും അലമാരയിലും രൂപക്കൂടിന്റെ ഉള്ളിൽ ഒതുങ്ങുന്നവനല്ല. കാരണം യേശുക്രിസ്തു സർവശക്തനും സർവജ്ഞാനിയും സർവ്വവ്യാപിയുമായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന അദൃശ്യനായിരിക്കുന്ന ദൈവമാണ്. ഈ ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചു. അവന്റെ പേരാണ് യേശു എന്ന് പറയുന്നത്. സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ ഒരു രക്ഷകൻ ജനിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചിക്കപ്പെട്ടു എന്നുള്ളതാണ്. യെശയ്യാപ്രവാചകൻ ഇപ്രകാരം പറയുന്നു, മനുഷ്യന്റെ സങ്കടങ്ങളും പാവങ്ങളും വഹിക്കുന്നവൻ ഒരുവൻ ജനിക്കുമെന്ന് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് യെശയ്യാപ്രവാചകനുള്ള വെളിപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കൊരു ശിശു ജനിക്കപ്പെട്ടിരിക്കുന്നു. ആധിപത്യം അവന്റെ തോളിലിരിക്കും. അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു എന്നിങ്ങനെ വിളിക്കപ്പെടുമെന്നുള്ളതാണ്. യേശു ദൈവമായിക്കുമ്പോൾ തന്നെ മനുഷ്യനായി ശിശുവായി ഈ ലോകത്തിൽ പിറന്നു. യേശുവിനെ അനേകർ കാണുകയും തൊടുകയും സംസാരിക്കുകയും ചെയ്തു എന്നുള്ളതാണ്. എന്തിനാണ് ദൈവം മനുഷ്യനായി ഭൂമിയിൽ അവതരിച്ചത്? 2 കാര്യങ്ങൾ. ഒന്ന്, പിതാവായിരിക്കുന്ന ദൈവത്തെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കുക. 2, സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കണം എന്നുള്ളത് ദൈവിക പദ്ധതിയായിരുന്നു. ഈ യേശുക്രിസ്തു വിശ്വ ചരിത്രത്തിന്റെ നടുവിൽ, പാലസ്തീന്റെ നടുവിൽ, കാലപ്രഭാഗത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നുവെന്നും സത്യം നിങ്ങൾ അറിയുന്നുവെങ്കിൽ സത്യം നിങ്ങളെ സ്വതന്ത്രമാക്കുമെന്നുറക്കെ ഉദ്ഘോഷിച്ചുകൊണ്ടും അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ നിങ്ങൾ ഏവരും എന്റെ അടുക്കൽ വരുവിനെന്ന് സർവ്വജനത്തെയും സസ്നേഹം ആഹ്വാനം ചെയ്തുകൊണ്ടും സസ്നേഹിതനായി വിരാജിക്കുന്ന യേശുക്രിസ്തു
ഇവനെക്കുറിച്ച് പാടാത്ത പാട്ടുകാരില്ല, ഇവനെക്കുറിച്ച് പ്രസംഗിക്കാത്ത പ്രാസംഗരില്ല, ഇവനെക്കുറിച്ച് ചിന്തിക്കാത്ത ദാർശികരില്ല. ഇവനെത്രേ അനന്തതയിൽ നിന്നും അവനിലേക്ക് അവതരിച്ച അനശ്വരനായിരിക്കുന്ന ദൈവം. കൊട്ടാരത്തിന്റെ പ്രവൃത്തിയില്ലാതെ, ആഡംബരത്തിന്റെ കനകഭംഗിയില്ലാതെ, മണിവിളക്കുകളുടെ ശോഭയില്ലാതെ, ആകാശത്തിന്റെ അനന്തതയിലേക്ക് ഒളിവിതറും താരങ്ങളെ സാക്ഷിയാക്കി യേശുക്രിസ്തു പാരിൽ പൂജാതനായി പാപിക്കും പതിതനും പിന്നെ ആശയറ്റവർക്കും ആലംബഹീനർക്കും അത്താണിയായവൻ, ഗുരുക്കന്മാരുടെ ഗുരു, പ്രവാചകന്മാരുടെ പ്രവാചകൻ, നേതാക്കന്മാരുടെ നേതാവ്, രാജാക്കന്മാരുടെ രാജാവ് എന്നീ നിലയിൽ പ്രകീർത്തിക്കപ്പെട്ട യേശുക്രിസ്തു വിശക്കുന്നവന് ജീവന്റെ അപ്പവും ദാഹിക്കുന്നവന് ജീവജലവും രോഗിക്ക് നല്ല വൈദ്യനും പാപിക്ക് രക്ഷകനുമായ യേശുക്രിസ്തു. ഇവനെ പോലെ ആരുമില്ല, ഇവനെ പോലെ ആരാധനമാരുമില്ല. യേശു സകല മനുഷ്യവർഗത്തിന്റെ രക്ഷയ്ക്കും അവന്റെ വീണ്ടെടുപ്പിനും കാരണമായി ഈ ലോകത്തിലേക്ക് വന്നു എന്ന് വിശുദ്ധ ബൈബിൾ രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിൾ എന്ന് പറയുന്നത് കേവലം ഒരു മതഗ്രന്ഥമല്ല, മറിച്ച് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ദൈവം മനുഷ്യനോട് അരുളി ചെയ്ത ദൈവിക വചനങ്ങളും ഇന്ന് ശാസ്ത്രലോകത്തിന് അറിവിന്റെ ഉറവിടമായിരിക്കുന്ന കണ്ടുപിടുത്തങ്ങളുടെ ഗ്രന്ഥം കൂടിയാണ്. ശാസ്ത്രം എന്ന് പറയുന്നത് ശാസ്ത്രം കണ്ടെത്തിയ സത്യങ്ങൾ ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളതല്ല. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ചരിത്ര സംഭവങ്ങൾ ഇന്ന് ശാസ്ത്രലോകം കണ്ടെത്തി അത് അങ്ങനെ തന്നെ ആണ് എന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഭൂമിയുടെ ഉൽപ്പത്തി, ഭൂമിയുടെ ആകൃതി, ഭൂമിയുടെ ഭ്രമണം, തിളച്ചുമറിയുന്ന ഭൂമിയുടെ അന്തർഭാഗം, ഭൂമിക്കുള്ളിലെ എണ്ണനിക്ഷേപം, വെള്ളത്തിന്റെ സഞ്ചാര സരണികൾ, കപ്പൽച്ചാലുകൾ, സമുദ്രത്തിലെ അറകൾ, ആഴിയുടെ ആഴങ്ങളിലൂടെയുള്ള സഞ്ചാരം, മണ്ണും മനുഷ്യ ശരീരവും, ജിംനക്കോടുകൾ, വിരലടയാളം, മനുഷ്യരക്തം, ബഹിരാകാശ യാത്രകൾ, ചന്ദ്രനിൽ താമസം, മിന്നലും ഇടിമുഴക്കവും, ഉൽക്കകൾ, സ്വയം പ്രകാശിക്കാത്ത ചന്ദ്രൻ, ഇരുണ്ടുപോകുന്ന സൂര്യൻ, നക്ഷത്രങ്ങളുടെ എണ്ണം, ടെസ്റ്റ് ശിശുക്കൾ, ക്ലോണിംഗ്, അനസ്തേഷ്യ, റേഡിയോ, ടെലിവിഷൻ, പേപ്പർ കാർഡ്, കമ്പ്യൂട്ടർ, സൈബോർഗുകൾ, ഇങ്ങനെ നീണ്ടുപോകുന്ന കണ്ടുപിടുത്തൽ ഗ്രന്ഥം കൂടിയാണ് വിശുദ്ധ ബൈബിൾ എന്ന് പറയുന്നത്. ഈ ബൈബിൾ വിളിച്ചു പറയുന്നു, സകല മനുഷ്യവർഗത്തിന്റെ പാപത്തിന് പരിഹാരം വരുത്തുവാൻ യേശുക്രിസ്തു ഭൂമിയിൽ അവതരിച്ചു എന്നുള്ളതാണ്. ഈ യേശുക്രിസ്തുവിലൂടെയുള്ള നിത്യമായ രക്ഷയും നിത്യമായ സന്തോഷവും പ്രാപിക്കുവാൻ ഇന്ന് പ്രഭാതം ദൈവം നിങ്ങൾ സഹായിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഗോഡ് ബ്ലെസ് യു.